ഇപ്പോൾ DJP മാധ്യമങ്ങളെ കാണുകയാണ് ലോക്നാഥ് ബെഹ്റ തത്സമയം. സംസാരിക്കട്ടെ. ഓക്കെ, കുറെ ആക്ച്വലി ഗവൺമെന്റ് ഓർഡർ ഇന്നലത്തെ ഡേറ്റിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഗവൺമെന്റ് ഓർഡർ അതേക്കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ടോ? അപ്പോൾ ഈ കൺഫ്യൂഷൻ ആക്ച്വലി നമുക്ക് ഒരു ഉറവാക്കാൻ വേണ്ടിയിട്ട് ഐ വിൽ ടെൽ സംതിങ് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ ഓഫ് us. Number one, actually this order has been issued for public good. എല്ലാവർക്കും വേണ്ടിയാണ്, എല്ലാവരുടെ ആക്ച്വലി ആരോഗ്യಕ್ಕೆ വേണ്ടിയാണ്. സോ എവ്രിബഡി ഷുഡ് ഒബേ ഇറ്റ് ഇൻ ലെറ്റർ ആൻഡ് സ്പിരിറ്റ്. ഇത് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി വേറെ പോണ്ട. സോ മൈ അപ്പീൽ ടു ദ പീപ്പിൾ ഓഫ് കേരള ഇസ് ദാറ്റ് പ്ലീസ് ആക്ച്വലി ഈ കാര്യങ്ങൾ അനുസരിക്കണം. ಈಗ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ അതാണെങ്കിൽ എല്ലാവർക്കും നല്ലതാണ്. ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ ദ ഫാമിലി, ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ യുവർ ഫ്രണ്ട്സ്, ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ എവറിബഡി. സോ നമുക്ക് കൊറോണ വൈറസ്ക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഈ കടകൾ ഓപ്പൺ ചെയ്യൂ, ഈ കടകൾ ഓപ്പൺ ചെയ്യില്ല, ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറേ എക്സെപ്ഷൻസ് ഓൾസോ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ നമുക്ക് മീഡിയ, സപ്പോസ് ഫോർ എക്സാമ്പിൾ മീഡിയ ഈസ് ടോട്ടലി ഫ്രീ, ന്യൂസ് പേപ്പർ ആൾക്കാർ ഫ്രീ ആണോ, പാൽ കൊടുക്കുന്ന ആൾ ഫ്രീ ആണോ, ഗ്രോസറിയിലേക്ക് പോവാം. പക്ഷേ ഇപ്പോൾ എന്താണ് ചോദിച്ചാൽ ഇതിൽ പറഞ്ഞിട്ടുണ്ടോ വാഹനങ്ങൾ, ഫോർ എക്സാമ്പിൾ ഞാനൊരു പറയാം, യൂസ് ഓഫ് ടാക്സീസ് ആൻഡ് ഓട്ടോറിക്ഷാസ് ഇൻക്ലൂഡിംഗ് ഊബർ ആൻഡ് ഓല എറ്റ്സെട്ര വിൽ ബി പെർമിറ്റഡ് ഓൺലി ഫോർ പ്രൊക്യൂർമെന്റ് ഓഫ് എസെൻഷ്യൽ കമോഡിറ്റീസ്, മെഡിസിൻസ് ആൻഡ് ഫോർ അറ്റൻഡിങ് മെഡിക്കൽ എമർജൻസീസ്. അത് അനുസരിക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു അതിൽ ഓട്ടോറിക്ഷയിൽ ഇപ്പോൾ ഓഫീസിലേക്ക് പോകാനില്ല, ഞങ്ങളുടെ സംഘമുഖം വരെ പോയിട്ട് വരാം, അതൊന്നും ഉണ്ടാകില്ല. അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ ഒരു വിതിൻ 1 hour we are going to issue another order that any person using a private vehicle coming out of the house has to give a declaration. അപ്പോൾ ഡിക്ലാറേഷൻ ദാറ്റ് ഞാൻ ഇവിടെ പോകുന്നുണ്ടോ, എൻ്റെ അച്ഛനക്ക് സുഖമില്ല, ഓർ ഇത് കാര്യങ്ങൾ, ഇത് ഡിക്ലാറേഷൻ കൊടുത്തിട്ട് മാത്രം പോകണം. നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ മിനിമൈസ് ചെയ്യണോ. ഈ മിനിമൈസ് ചെയ്തിട്ട് വീട്ടിലെ ആൾക്കാരെ ഉണ്ടാക്കട്ടെ. ദ പീപ്പിൾ ഷുഡ് ബി അറ്റ് ദെയർ റെസ്പെക്റ്റീവ് പ്ലേസസ്. അതുകൂടാതെ ഞങ്ങൾ ഇതിലൊരു പാസ് ആക്ച്വലി എല്ലാവർക്കും ഇപ്പോൾ എക്സംപ്റ്റഡ് കാറ്റഗറിക്ക് കൊടുക്കാൻ പോകുന്നുണ്ടോ. എല്ലാ ജില്ലാ മേധാവികളൊക്കെ ഞങ്ങൾ പറഞ്ഞു ഈ പാസ് ഉണ്ടെങ്കിൽ നമുക്ക് പോയി നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം. മീഡിയ ആൾക്കാർക്ക് ഇത് വേണ്ട. പിന്നെ കാരണം മീഡിയക്ക് അവരുടെ ഐഡന്റിറ്റി കാർഡുണ്ടോ, ഗവൺമെന്റ് സർവൻസിന്റെ ഐഡന്റിറ്റി കാർഡുണ്ടോ, അത് മതി. പക്ഷേ സപ്പോസ് ഒരു മെഡിസിൻ കട ഇല്ലേ, പിന്നെ ഏതെങ്കിലും ഒരു ഗ്രോസറി ഷോപ്പിലെ ആൾക്കാർക്ക് ഇത് ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് മനസ്സിലാകും ഇത് എക്സംപ്റ്റഡ് കാറ്റഗറിയാണ്. അത് ഇതിലെന്താണ് ഒബ്ജക്റ്റീവ് ഈസ് ടു ഇതിലെ കൂടുതൽ ആൾക്കാരെ പുറത്ത് വന്നിട്ട് അവർ ആക്ച്വലി ട്രാൻസ്മിഷനുടെ പോസിബിലിറ്റി കൂടാൻ പാടില്ല. ദാറ്റ് ഈസ് ദി ഓൺലി ആക്ച്വലി ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് യു ഹാവ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ടു പ്ലേ. ഞാൻ നാഷണൽ മീഡിയയിലെ കുറെ ആക്ച്വലി കണ്ടു, അവർ വളരെ നല്ല രീതിയിൽ എൻഫോഴ്സ്മെന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻക്ലൂഡിംഗ് പഞ്ചാബ് ടു ഡൽഹി ടു എവ്രിവെയർ. ഐ അപ്പീൽ ടു യു, നമ്മുടെ ആക്ച്വലി കുറച്ചുകൂടി അവയർനെസ് ഒന്ന് അറിയിക്കണം. മാക്സിമം ആൾക്കാരെ വീട്ടിലെ തന്നെ ഉണ്ടാക്കട്ടെ. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് എനിക്ക് ഒരു മെഡിസിൻ വാങ്ങിക്കാനുണ്ടോ, എനിക്കൊരു പാൽ വാങ്ങിക്കാനുണ്ടോ, അതോ ഡിക്ലെയർ ചെയ്തിട്ട് പോയിട്ട് ചെയ്താൽ മതി. And we have also now adding one more thing. It has come to our notice that ഈ കുറച്ച് ആക്ച്വലി മെഡിസിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് വാഹനങ്ങൾ ഇവിടെ നിന്ന് എറണാകുളം ഡിപ്പോ വരെ പോകുന്നുണ്ടോ, അത് ഞങ്ങളുടെ അവരുടെ എക്സംപ്ഷൻ കാറ്റഗറിയിൽ ഞങ്ങൾ കൊടുക്കാൻ പോകും. കാരണം ദാറ്റ് ഈസ് ബ്രിങ്കിങ് ദ ലൈഫ് സേവിങ് മെഡിസിൻസ്. അത് ഞങ്ങൾ പോകുന്നത്. പിന്നെ ഐ റിക്വസ്റ്റ് യു ടു ഹെൽപ്പ് us and cooperate with us, spread the good messages. ആൻഡ് എന്തെങ്കിലും ആക്ച്വലി നിങ്ങളുടെ ശ്രദ്ധയിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ എന്തെങ്കിലും വരുവാണെങ്കിൽ പ്ലീസ് ആക്ച്വലി ക്ലാരിഫൈ ഇറ്റ് വിത്ത് us. നമ്മുടെ ഒരു 24 hours ഒരു കൺട്രോൾ റൂം നമ്പർ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടോ, പിന്നെ ഞങ്ങൾ എല്ലാ സമയത്തും ഉണ്ടാക്കും. താങ്ക് യു വെരി മച്ച്. ദൈവാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. ആക്ച്വലി ഹൂ ഈസ് എക്സംപ്റ്റഡ് കാറ്റഗറിയിലെ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ഒരു ഗ്രോസറി ഷോപ്പിലെ ഒരു ആൾക്കാർ, അപ്പോൾ അവർക്ക് ആക്ച്വലി പാസ് വേണം. കാരണം അവർക്ക് ഒരു അൺറെസ്ട്രിക്റ്റഡ് മൂവ്മെന്റ് ഉണ്ടാകും. ഡേറ്റാ സെന്റർ, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്, പിന്നെ ടെലികോം റിപ്പയർ ചെയ്യുന്ന ആൾ,
ഇതിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ടോ ആ അവർക്ക് ഞങ്ങൾ ഒഫീഷ്യൽ പാസ് ഉണ്ടെങ്കിൽ അവരുടെ ഐഡന്റിറ്റി കാർഡ് ഉണ്ടെങ്കിൽ ആവശ്യമില്ല പക്ഷേ ഇത് ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത് കൊടുക്കാൻ പോകുന്നത് ദിസ് ഈസ് ദ മോഡൽ ദിസ് യു ഹാവ് ഗിവൻ ഇറ്റ് ഓൾ ത്രൂ ഔട്ട് കേരള ഈ ടാക്സി ആൾക്കാർക്ക് ഈ മെഡിസിൻ അല്ലെങ്കിൽ മെഡിക്കൽ പർപ്പസ് അല്ലാതെ ഉപയോഗിക്കണമെങ്കിൽ സെൽഫ് ഡിക്ലറേഷൻ വേണം സി ടാക്സിക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല ടാക്സി ഇവിടെ വളരെ ക്ലിയർ ആണോ ഇത് പറഞ്ഞിട്ട് യൂസ് ഓഫ് ടാക്സീസ് ആൻഡ് ഓട്ടോറിക്ഷ ഇൻക്ലൂഡിംഗ് ഊബർ ഓല എറ്റ്സെട്ര ഷാൽ ബി പെർമിറ്റഡ് ഓൺലി ഫോർ പ്രൊക്യൂർമെന്റ് ഓഫ് എസെൻഷ്യൽ കമോഡിറ്റീസ് ഞാൻ പറഞ്ഞല്ലോ കിറങ്ങാൻ വേണ്ടിയിട്ടല്ല ഒരു വിനോദസഞ്ചാരക്ക് വേണ്ടിയല്ല അതാണ് നമ്മുടെ ടാക്സി ആൾക്കാർക്ക് ഓൾസോ അറിയിക്കാൻ പോകുന്നത് എല്ലാവർക്കും മേധാവികൾക്ക് പറയും ഇപ്പോൾ ടാക്സി ആൾക്കാർ ചോദിക്കും താങ്കളൊക്കെ എന്തിനാണ് പോകുന്നത് അപ്പോൾ ഞാൻ എങ്ങനെ ഒരു മെഡിസിൻ കടയിലേക്ക് പോകുന്നുണ്ടോ മെഡിസിൻ വാങ്ങിച്ചിട്ട് വരും അതാണെങ്കിൽ നമുക്ക് അത് വിടാം പക്ഷേ സ്വന്തം വണ്ടി ഉപയോഗിച്ചിട്ട് പോകുന്ന ആൾക്കാർക്ക് അവർ ഡിക്ലറേഷൻ കൊടുക്കണം റിട്ടേൺ ഇറ്റ് വിൽ ബി എ ഇതാണ് പല രാജ്യങ്ങളിലെ ഇത് ചെയ്തിട്ടുണ്ടോ അതുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഇതിൽ തെറ്റായിട്ട് ഉണ്ട് ഞങ്ങൾ ചില വെരിഫൈ ചെയ്യും വെരിഫിക്കേഷനിൽ ഇത് തെറ്റാണെങ്കിൽ നിയമപരമായിട്ട് നടപടി ഉണ്ടാകും പാസ് ആക്ച്വലി ജില്ലാ മേധാവികൾ അവർ തന്നെ ഇഷ്യൂ ചെയ്തോളൂ എല്ലാ ജില്ലാ മേധാവികൾക്ക് ഞങ്ങൾ ഇത് അധികാരം കൊടുത്തിട്ടുണ്ട് അവർ ഇഷ്യൂ ചെയ്തോളൂ കൈവച്ചാൽ മതി അല്ല ഇന്റർ ഡിസ്ട്രിക്ട് അതിലൊരു പ്രശ്നം ഒരു സെൽഫ് ഡിക്ലറേഷൻ ഉണ്ടെങ്കിൽ അതൊരു പാസ്പോർട്ട് പോലെ സാധനമാണ് അവർക്ക് വേണ്ടി അത് ഞാൻ ഇതുവരെ കണക്ക് എടുത്തിട്ടില്ല വൈകുന്നേരം ഞങ്ങൾ എല്ലാ ദിവസം വൈകുന്നേരം ഒരു പ്രസ് സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്യും എത്ര കേസുകൾ ഉണ്ടായിട്ടുണ്ടോ ഒരു പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ PR ഡിവിഷൻ നിങ്ങൾ എല്ലാവർക്കും അറിയിക്കുള്ളൂ താങ്ക് യു I have told in English mostly, no? Okay. These restrictions and regulations imposed by the government is meant for the people. It is only for the good health and well-being of the people. That is to be understood by every one of us. It is not that we are going to actually enforce for the sake of enforcement. We are going to do all these things for all of you, for all of us, to make us safe, the society safe, and to fight this coronavirus. So that is to be understood by every one of us. If we understand that these people coming out in large number who using their own private vehicles will stop. We have permitted private vehicles to come out only to actually go to places to attend to emergency work. For example, getting medicines or going to get actually some groceries, etc. This is actually a self-imposed discipline is required for that. And we have now decided that we will be putting introducing a self-declaration, which we will give a template. Now it will be issued to all of you. That a particular person using his vehicle coming out to go to a place has to declare that why he is going and where he is going and what time and what vehicle he is using. This is required to dissuade more number of people to come out on the street, and those people who will come out will be very serious, according to the government order. Secondly, what we have introduced is we have introduced a pass. This is actually a pass to be issued by every superintendent of police of the districts to the exempted category. But those people like media, they do have their identity cards, they don't require it. Say police, officers of other departments, they don't require it. But those people like a grocery shop staff or bakery staff or something, those people who do not have, they should actually apply and get it, so that this will be actually helping them in going from one place to the other to attend to the work. This is very important. And as I said, the taxis, the auto rickshaws, all these things have been permitted for a purpose. It is not for actually going for amusement drives, etc. It is only to attend to the emergency work. So kindly cooperate.
and we will be actually with you. In the event of any kind of confusion, you are actually free to call. The people are free to call the numbers which you have given, and they are also ready. Any of you can contact us at any point of time to help you. Thank you. ഷോപ്പുകളുടെ കാര്യത്തിൽ അത് 11 മുതൽ 7 എന്നാണ് ഓർഡറിലുള്ളത്. അത് കാസർഗോഡ് മാത്രമാണ് ഈ 11 മുതൽ 5 എന്നുള്ള ടൈമിംഗ്. മറ്റ് ജില്ലകൾക്ക് 7 to 5 ആണ്. ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഷോപ്സ് ആൻഡ് ബേക്കറീസ് ഇൻക്ലൂഡിംഗ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർസ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്സ് selling food items, groceries, milk, bread, fruits, vegetables, eggs, meat, fish, poultry, and cattle fed food, etc. will be allowed to be open between 11:00 hours to 17:00 hours. Throughout the Kerala. Kasaragod is a little different thing. നിങ്ങൾക്ക് ഒരു തടസ്സം ഉണ്ടാകില്ല. യു ഹാവ് എ ഐഡന്റിറ്റി കാർഡ്, carry your identity card. നിങ്ങൾക്ക് ഒരു പോലീസ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല ദ മൊമെന്റ് യു സോ ഇറ്റ്. താങ്ക് യു. മേധാവി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. COVID-19 സമൂഹ വ്യാപനം തടയുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ലോക്ക്ഡൌൺ സംസ്ഥാനമൊട്ടാകെ നിലവിൽ വന്നിരിക്കുന്നത്. ഇതിനോട് ജനങ്ങൾ സഹകരിക്കണം, പരമാവധി ആളുകൾ വീട്ടിലിരിക്കണം. എങ്കിൽ മാത്രമേ ഈ സമൂഹ വ്യാപന സാധ്യത കുറയ്ക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മറ്റൊന്ന്, പുറത്തേക്ക് പോകേണ്ടവർ, ആവശ്യമായ ജോലികൾക്കും മറ്റും പോകേണ്ടവർക്കായി പോലീസ് മേധാവി, ജില്ലാ പോലീസ് മേധാവികളുടെ അടുത്തു നിന്നും ഒരു പാസ് ലഭിക്കും. മാധ്യമപ്രവർത്തകർ അതുപോലെ തന്നെ സർക്കാർ സർവീസുകളിലുള്ളവർക്കും മറ്റും അതിന്റെ ആവശ്യം ഉണ്ടാവില്ല.